ജീവിതത്തിൽ എത്ര ജോലികൾ ചെയ്തു, എത്ര സ്വപ്നങ്ങൾ കണ്ടു, എത്ര പ്രതീക്ഷകളോടെയാണ് ഓരോ പുതിയ തുടക്കവും ആരംഭിച്ചത്. പക്ഷേ ഒടുവിൽ എന്താണ് സംഭവിച്ചത്? പരാജയം, നിരാശ, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ, പരിഹാസം. ഇനി നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന കുറ്റപ്പെടുത്തൽ. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇതേ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണൂ. ഇത് പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത അറിവുകളല്ല, ജീവിതം എന്നെ പഠിപ്പിച്ച ജീവിത പാഠങ്ങളാണ്. ജീവിതയാത്രയിൽ ഞാൻ മനസ്സിലാക്കിയ വലിയൊരു സത്യമുണ്ട്. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ എല്ലാത്തിനും ഓരോ സമയമുണ്ട്. വിതയ്ക്കാൻ ഒരു കാലം, കളപറിക്കാൻ ഒരു കാലം, ഫലമെടുക്കാൻ ഒരു കാലം. വിത്ത് മണ്ണിലിട്ട ഉടനെ ഫലം പ്രതീക്ഷിക്കുന്ന കർഷകരില്ലല്ലോ. കാരണം അവനറിയാം ഈ കാത്തിരിപ്പിന് ഒരു വിലയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അപ്പോൾ ശരിക്കും നിങ്ങൾ പരാജയപ്പെട്ടതാണോ, അതോ നിങ്ങളുടെ സമയം ഇനിയും ആയിട്ടില്ല? ലോക ചരിത്രത്തിൽ ലോകത്തിനും മഹത്തായ സംഭാവന നൽകിയ പ്രഗത്ഭരായ വ്യക്തികൾ ആരും തന്റെ ആദ്യ പരിശ്രമത്തിൽ തന്നെ വിജയിച്ചവരല്ല. വീണ്ടും വീണ്ടുമുള്ള പരിശ്രമങ്ങളിലൂടെയാണ് അവർക്ക് ലോകത്തിന് സംഭാവനകൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, പരാജയം ഒന്നിന്റെയും അവസാനമല്ല, അത് നമ്മുടെ പുതിയ വെപ്പുകൾക്കുള്ള തുടക്കമായി നാം അതിനെ സ്വീകരിക്കണം. നാം ആരും, അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരും മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലല്ല. നമ്മളൊക്കെ സാധാരണക്കാരായ ആൾക്കാരെ കൂടുതലും അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് എന്താണ് അതിന് പറയുക, ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ആവശ്യമായ ഒരു പാർപ്പിടം, കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം, ആഹാര കാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങളെല്ലാം ആരോഗ്യപ്രദമായ രീതിയിലേക്ക് കൊണ്ടുനടക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ പരിശ്രമമാണ്. ഈ പരിശ്രമത്തിനിടയിൽ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളിൽ ഉയർന്നവർ താമസിക്കുന്നത് പോലെ ആകാനുള്ള ഒരു പരിശ്രമമൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് നല്ലതാണ്. പക്ഷെ അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും ഇതെല്ലാം അതുപോലെ വിജയിച്ചു കൊള്ളണമെന്നില്ല. പലപ്പോഴും നമ്മൾ തുടങ്ങുന്ന ഉദ്യമങ്ങളൊക്കെ പല സമയങ്ങളിലും പരാജയപ്പെട്ടു പോകും. വീണ്ടും വീണ്ടും നാം ആവർത്തിക്കാം. എൻ്റെ തന്നെ ഒരു ജീവിത കഥ അതിലൂടെ കടന്നു പോയാലേ, ഞാൻ ആരംഭകാലത്തില് ജീവിതം ആരംഭിക്കുമ്പോൾ വെറും നിസ്സാര ഓലപ്പര കെട്ടിയ, അതായത് മൺകട്ട കെട്ടി ഉയർത്തിയ വീട്, ഓല മേഞ്ഞ് മെഴുകുതിരി വെളിച്ചത്തില് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ആയിട്ട് ഉള്ള വർഷങ്ങൾക്ക് മുമ്പാണ്. ആ അവസ്ഥകളെയൊക്കെ കടന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു വീട് വെക്കണം. പക്ഷെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്, അതിനുശേഷം ഒരു 15-20ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഒരു വലിയ ആർഭാടമായ മാളികയൊന്നും അല്ലെങ്കിലും തൻ്റെതായ ചെറിയ പരിമിതികളിൽ നിന്നുകൊണ്ട് നല്ലൊരു ഭവനം ഒരുക്കാൻ വേണ്ടി സാധിച്ചത്. ഇതുപോലെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇന്ന് സമൂഹത്തിലുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്നവരെ ഒരു വീട് എന്ന സ്വപ്നം ഓരോരുത്തരുടെയും സ്വപ്നമാണ്. അതൊക്കെ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ ഉദ്യമങ്ങളും പരിശ്രമങ്ങളും നിരന്തരം തുറന്നുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെയാണ് തൊഴിൽ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ തൊഴിലും നമുക്ക് വിജയകരമായി ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ ആരംഭകാലത്തില് കിണറുകുത്ത്, നിർമ്മാണ തൊഴിലാളി, ഇതിൽ വ്യത്യസ്തമായ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ചെറിയ വരുമാനം കൊണ്ട് ഒക്കെ ഇത്രയൊക്കെ ജീവിച്ച് ഈ സാഹചര്യങ്ങളിലേക്ക് എത്തി. എൻ്റെ സാഹചര്യങ്ങൾ വലുതാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചു. സ്വന്തമായ ഒരു ഭവനം
സ്വന്തമായി ജീവിക്കാൻ ആവശ്യമായ ഒരു തൊഴില്, മറ്റ് യാത്ര ചെയ്യാനുള്ള ഒരു ചെറിയ വാഹനം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഒരു ജീവിതം അങ്ങ് നടന്നു പോകും. അവരത്രയൊക്കെ ആഗ്രഹിക്കാറുള്ളൂ. ഈ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് ഒന്ന് എത്തിപ്പെടുവാനായിട്ട് എത്രയെത്ര നിരന്തരമായ അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഓരോരുത്തർ ചെയ്യുന്നു. എന്നിട്ട് അതൊന്നും ശോഭിക്കാതെ ഇപ്പോഴും ദുഃഖത്തിലും നിരാശയിലും കഴിയുന്നവരുണ്ട്. എവിടെയാണ് അതിൻ്റെ പോരായ്മകൾ, കുറവുകൾ എന്ന് കണ്ടെത്തി ആ പോരായ്മകൾ നികത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ആഹ്വാനമാണ്, ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഞാൻ ജീവിതത്തിൽ ഒരുപാട് ജോലികൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ, ചില വർഷങ്ങളിൽ 2-3 വർഷമൊക്കെ ഹോട്ടൽ നടത്തിയിട്ടുണ്ട്, ചായക്കട നടത്തിയിട്ടുണ്ട്, എല്ലാ ബിസിനസ് പല രീതിയിൽ ചെയ്തു നോക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ആ കാലഘട്ടങ്ങളിൽ അങ്ങ് ജീവിച്ചു പോകാൻ വേണ്ടി സാധിച്ചു. എന്നാൽ തുടർച്ചയായിട്ട് ആരംഭം മുതൽ അവസാനം വരെ ഒരേ തൊഴിൽ ചെയ്തുകൊണ്ട് പോകുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ സാധാരണക്കാരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടിസ്ഥാന മൂലധനം ഇല്ലാത്തത് കൊണ്ട് തന്നെ തുടർന്നു പോകാനാകത്തില്ല. അപ്പോൾ അവരൊരു പ്രതിസന്ധി ഉണ്ടായി കഴിയുമ്പോൾ ഒരു ഘട്ടത്തിൽ ആ ഒരു തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു മാർഗം തേടിപ്പോകും. ഞാൻ കോഴി ഫാം നടത്തി ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ്. ആരംഭത്തിൽ നല്ല സ്റ്റാർട്ടിങ്ങിൽ നല്ല വരുമാനം ലഭിച്ചു. പിന്നീട് ഈ പക്ഷിപ്പനിയും അതുപോലെയുള്ളതെല്ലാം പടർന്നു പിടിച്ചതോടുകൂടി പിന്നെ വിലയില്ലാതെ വന്നു. അങ്ങനെയാണ് ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കടബാധിതക്കാരനാകുന്നത് തന്നെ ഇപ്പോഴും ആ കടം നിലനിൽക്കുന്നുണ്ട്, ഈ കോഴി ഫാം നടത്തിയ ഇതുകൊണ്ടാണ്. ഇത്തരം അനുഭവങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള തൊഴിൽ മേഖലകളിൽ ഏത് തന്നെയാണെങ്കിലും, ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിലുകളിലൊക്കെ ഇതുപോലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരാശരായി പോകരുത്. തുടർന്ന് മറ്റൊരു തൊഴിൽ കണ്ടെത്തി സാധ്യതകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഈ പശു വളർത്തലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിനിടയ്ക്ക് ഇപ്പം വീഡിയോയിൽ എനിക്ക് യൂട്യൂബിൽ ആയിട്ട് പോവുകയാണ്. അതിൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതം കൊണ്ട്, ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട്, ഈ 50-60 കാലഘട്ടം കൊണ്ട് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എനിക്ക് വേണ്ടി മാത്രമാണ്. അവിടെയും ഞാൻ അത്ര വിജയിച്ചില്ല. എന്നാൽ ഇനിയുള്ള ശേഷിക്കുന്ന കാലം എപ്പോഴാണ് നമ്മുടെയൊക്കെ വിളി, പരലോകത്തിലേക്കുള്ള വിളി കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി ഒരു നല്ല കാര്യം എൻ്റെ ജീവിതം കൊണ്ട് ഉണ്ടാകണം. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കാലശേഷവും ജനത്തിന്, സമൂഹത്തിന് നന്മയായിട്ടുള്ള ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് മദ്യപാനത്തിനെതിരെയും സാമൂഹികമായ കാര്യങ്ങൾക്കും കൃഷിയെക്കുറിച്ചും ഒക്കെ ഞാനിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരന്തരം എന്നെ ശ്രമിക്കുകയും കേൾക്കുകയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടായേക്കാം. ഇപ്പോൾ ഞാൻ ഈ രംഗത്ത് വലിയ പ്രഗത്ഭനല്ല, എന്നിൽ കുറവുകളും പോരായ്മകളുണ്ട്. നല്ലൊരു വീഡിയോ എടുക്കാൻ ആവശ്യമായ നല്ലൊരു ഫോണില്ല, അതുപോലെ നല്ലൊരു മൈക്കില്ല. ഇനി ഇതെല്ലാം സജ്ജമായ ഒരു സമയത്ത് സജ്ജമായാൽ തന്നെ എനിക്കൊരു നല്ലൊരു യൂട്യൂബർ ആകാനും വേണ്ട യോഗ്യത, വിദ്യാഭ്യാസം ഒന്നുമില്ല. എങ്കിലും ഞാൻ എൻ്റെ ആത്മവിശ്വാസത്തെ ഞാൻ നശിപ്പിക്കുന്നില്ല. കാരണം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്നെക്കൊണ്ട് സാധിക്കും. പരാജയപ്പെട്ടാലും ഞാൻ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ തന്നെ വെച്ചാൽ 4 മാസമായി ഇതിന് ശേഷം നോക്കുമ്പോൾ 280 മേലെ സബ്സ്ക്രൈബർ എനിക്ക് ആയിട്ടുള്ളൂ. 1000 സബ്സ്ക്രൈബറിൽ എത്തണം, 4000 വാച്ചർ ഉണ്ടാകണം. ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുമോ എന്ന് ഞാൻ സംശയിച്ച് വീഡിയോയിലൂടെ നോക്കിയാൽ ഞാൻ ഇവിടെ കൊണ്ട് ഇത് അവസാനിപ്പിച്ച് കളയും. പക്ഷെ ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം ജീവിതത്തിൽ എത്രയോ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ടവനാണ് ഞാൻ, എത്രയോ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവനാണ്. ഇവിടെയും പരാജയത്തിനാണ് എൻ്റെ വിധിയെങ്കിൽ പരാജയപ്പെടാൻ എനിക്ക് മടിയില്ല. ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് എല്ലാത്തിനും സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞുകൊണ്ട് സമയത്തിന്റെ വിലയെക്കുറിച്ചും കാത്തിരിപ്പിന്റെ സവിശേഷതകളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. എന്നാൽ വേണ്ടത്ര പ്രചാരം ലഭിച്ചില്ല. ഒരു 300 വ്യൂസിൽ അത് നിന്നുപോയി. അതുകൊണ്ട് തന്നെ അതേ വിഷയം എനിക്ക് ഏറെ ഇഷ്ടമുള്ളത്. കാരണം ഒത്തിരി അധ്വാനിച്ചിട്ടും ഒത്തിരി പരിശ്രമിച്ചിട്ടും ഇപ്പോഴും ദുഃഖത്തിലും ദുരിതത്തിലും നിരാശയിലും കഴിയുന്ന ആൾക്കാരെ, വ്യക്തികളെ, കൂട്ടുകാരെ, സമൂഹത്തെ എനിക്കറിയാം.
അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു ഭവനത്തിന്റെ നിർമ്മാണം, ഒരു വാഹനം മേടിക്കാനുള്ള ആഗ്രഹം, വിവാഹം, അല്ലെങ്കിൽ അടിസ്ഥാനമായ നല്ലൊരു ജോലി, ഇവയൊക്കെ ലഭിക്കണമെങ്കിൽ ഒറ്റയടിക്ക് സാധിക്കുന്ന കാര്യങ്ങളല്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കണം. പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വിജയം നിങ്ങൾക്കരികിലുണ്ട്, കൈയെത്തുന്ന ദൂരത്തിലുണ്ട്. ആ വിജയം കരസ്ഥമാക്കുന്നതുവരെ നിങ്ങളുടെ പരിശ്രമം നിങ്ങൾ ഉപേക്ഷിക്കാതെ തുടരുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.